അവരോടൊക്കെ ബന്ധപ്പെട്ട് മതസംഘടനകളുണ്ട്. അവരോടൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം സ്വന്തമായിക്കൊണ്ട് ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുന്ന വിദ്യാഭ്യാസ നിലപാടുകൾ അക്കാദമിക് മേഖലയിൽ ആരും ഇടപെടണ്ട എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം, ഒരു ഫാസിസ്റ്റ് രീതിയാണ്. അത് ജനാധിപത്യ വിരുദ്ധമാണ്. അതുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ വിദ്യാഭ്യാസ പരിഷ്കരണത്തോടെ ഉള്ള വിയോജിപ്പ് കൂടിയാണ് സമസ്ത നടത്താൻ പോകുന്ന സമരങ്ങളൊക്കെ. സമയം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് അവരുടെ ആവശ്യത്തിന് വേണ്ടി സമയം അവരത് ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകം സമൂഹത്തിന് പേര് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിനെ വിരട്ടുന്നതിനൊന്നും അതൊന്നും ശരിയായിട്ടില്ല. അരമണിക്കൂർ സമയം കൂട്ടണമെങ്കിൽ അതിന് മാർഗം എന്താന്നുള്ള അവരോട് ചർച്ച ചെയ്തോടെ. ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനം എടുത്തതിലാണ് അവർക്ക് എതിർപ്പ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സൗജന്യം കൊടുക്കുന്നതിന് വേണ്ടി പറ്റില്ല. സമയം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് അവരുടെ ആവശ്യത്തിന് വേണ്ടി സമയം അവരത് ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ ഒരു പ്രത്യേകം സമൂഹത്തിന് പേര് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിനെ വിരട്ടുന്നതിനൊന്നും അതൊന്നും ശരിയായിട്ടില്ല. ചർച്ച നടത്തുന്നില്ല എന്നതാണ് വളരെ പരമാർത്ഥം. വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുന്ന പരിഷ്കരണങ്ങളൊക്കെ ഇവിടെ അധ്യാപക സംഘടനകളുണ്ട്, അതുപോലെ തന്നെ രക്ഷകർത്താ സമിതികളുണ്ട്, അവരോടൊക്കെ ബന്ധപ്പെട്ട് മതസംഘടനകളുണ്ട്. അവരോടൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം സ്വന്തമായിക്കൊണ്ട് ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുന്ന വിദ്യാഭ്യാസ നിലപാടുകൾ അക്കാദമിക് മേഖലയിൽ ആരും ഇടപെടണ്ട എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം, ഒരു ഫാസിസ്റ്റ് രീതിയാണ്. അത് ജനാധിപത്യ വിരുദ്ധമാണ്. അതുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ വിദ്യാഭ്യാസ പരിഷ്കരണത്തോടെ ഉള്ള വിയോജിപ്പ് കൂടിയാണ് സമസ്ത നടത്താൻ പോകുന്ന സമരങ്ങളൊക്കെയും. മറ്റു സംഘടനകളെ ഇതിലേക്ക് ഇൻവോൾവ് ആകുന്ന കാര്യം സമസ്തയുടെ നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെയും പിന്തുണ ഈ സമരത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പ്. ഗവൺമെന്റിനെ വിരട്ടുന്നതിനൊന്നും അതൊന്നും ശരിയായിട്ടില്ല.